ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ജെനറ്റിക്സ് പഠിക്കാൻ തുടങ്ങിയിരുന്നല്ലോ. എല്ലാം മറന്നോ? അപ്പോൾ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് നമ്മൾ മെൻഡൽസ് ലോ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഓർക്കുന്നുണ്ടോ? അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഒന്നുകൂടി ഞാൻ പറയാം. നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്നുള്ള കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് മെൻഡലിൻ്റെ പരീക്ഷണങ്ങളെക്കുറിച്ചായിരുന്നു. ആദ്യം മെൻഡൽ പീ പ്ലാന്റ് സെലക്ട് ചെയ്ത കാര്യവും അല്ലേ, അതും മോണോ ഹൈബ്രിഡ് ക്രോസ് എങ്ങനെ നടത്തിയെന്നും അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ടെസ്റ്റ് ക്രോസ് പറഞ്ഞിരുന്നു. ടെസ്റ്റ് ക്രോസ്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. കോഡോമിനൻസ്, മൾട്ടിപ്പിൾ അലീൽസ്. പിന്നെ നമ്മൾ ഇനിയും പഠിക്കാനുള്ള അതിൽ നമ്മൾ 2 നിയമങ്ങൾ പറഞ്ഞിരുന്നു. മോണോ ഹൈബ്രിഡ് ക്രോസ് പറഞ്ഞപ്പം മോണോ ഹൈബ്രിഡ് ക്രോസിനുള്ളിൽ നമ്മൾ 2 ലോസ് ആണ് പറഞ്ഞിരുന്നത്. ലോ ഓഫ് ഡോമിനൻസ് എന്നും ലോ ഓഫ് സെഗ്രിഗേഷൻ എന്നും ഉള്ള 2 നിയമങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അത് മോണോ ഹൈബ്രിഡ് ക്രോസ് വെച്ചാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഓർക്കുന്നുണ്ടല്ലോ, ഫാക്ടേഴ്സ് ഉണ്ടെന്നും എല്ലാ ജനറ്റിക് ക്യാരക്ടേഴ്സ് കൺട്രോൾഡ് ബൈ ഫാക്ടേഴ്സ്, units called as factors. Factors occur in pair. In a dissimilar pair of factor, one member of the pair dominate over the other എന്നായിരുന്നു ഫസ്റ്റ് ലോ. സെക്കൻഡ് ലോ നമ്മൾ പറഞ്ഞിരുന്നത് ലോ ഓഫ് സെഗ്രിഗേഷൻ. അതായത് when a pair of alleles are brought together in a hybrid, they do not mix each other, അല്ലേ, but separate or segregate ഡ്യൂറിങ് ഗമീറ്റ് ഫോർമേഷൻ. ഗമീറ്റ് ഫോർമേഷൻ സമയത്ത് അവർ സെപ്പറേറ്റ് ചെയ്യുന്നു അല്ലെ സെഗ്രിഗേറ്റ് ചെയ്യുന്നു എന്നായിരുന്നു നമ്മൾ സെക്കൻഡ് ലോ പറഞ്ഞത്. ഇനി നമുക്കിവിടെ പഠിക്കാൻ ഒരു ലോയും കൂടെ ഉണ്ട്. ആ ലോയുടെ പേരാണ് ദ ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. അത് നമ്മൾ പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കേണ്ട രണ്ടാമത്തെ ഒരു ക്രോസാണ് ഡൈ ഹൈബ്രിഡ് ക്രോസ്. അപ്പോൾ ആ ക്രോസ് പഠിച്ചാലേ നമ്മൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. നോക്കാം എന്തൊക്കെയാണ് ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞാൽ. ഡൈ ഹൈബ്രിഡ് ക്രോസിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പണ്ട് 10ലോ 9ലോ ഒക്കെ. നമ്മൾ ടോൾ പ്ലാന്റ് വിത്ത് റെഡ് ഫ്ലവർ ആൻഡ് ഡാർക്ക് പ്ലാന്റ് വിത്ത് വൈറ്റ് ഫ്ലവർ എന്ന് പറഞ്ഞുകൊണ്ട് പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതേ ക്രോസ് തന്നെ നമ്മൾ വീണ്ടും വേറൊരു രണ്ട് ക്യാരക്ടേഴ്സ് എടുത്താണ് നമ്മളിവിടെ പറയുന്നത്. രണ്ട് ജോഡി സ്വഭാവങ്ങളാണ്. അപ്പോൾ എന്താണ് ഡൈ ഹൈബ്രിഡ് ക്രോസ് നോക്കാം. ഇറ്റ് ഈസ് എ ക്രോസ് ബിറ്റ്വീൻ 2 പേരൻസ് ഡിഫറിങ് ഇൻ 2 പെയർസ് ഓഫ് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്. രണ്ട് ജോഡി എന്ന് പറയുമ്പോൾ അവിടെ 4 ക്യാരക്ടേഴ്സ് വരും. 2 ജോഡി കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് വെച്ച് നമ്മൾ ക്രോസ് നടത്തുന്നതിനെയാണ് ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ക്രോസ് ബിറ്റ്വീൻ, നമ്മളൊരു ഉദാഹരണമായിട്ട് എടുക്കുന്ന ക്രോസ് ബിറ്റ്വീൻ പീ പ്ലാന്റ് വിത്ത് റൗണ്ട് ഷേപ്പ് ആൻഡ് യെല്ലോ കളേർഡ് സീഡ്. ഇതാണ് ഈ കാണിച്ചിരിക്കുന്നതാണ് ഒരു ചെടി, ഒരു പയറുചെടി നമ്മൾ എടുക്കുന്നതിൻ്റെ അകത്ത് ആ ചെടിയുടെ സീഡിൻ്റെ പ്രത്യേകതയാണ് പറഞ്ഞേക്കുന്നത്. സീഡ് എന്ന് പറയുമ്പോൾ അതിന് ദ സീഡ് ഷേപ്പ് ഈസ് റൗണ്ട് ആൻഡ് കളർ ഈസ് യെല്ലോ. അപ്പോൾ 2 സ്വഭാവമാണ് ആ ചെടിയിൽ നമ്മൾ നോട്ട് ചെയ്യുന്നത്. അതായത് സീഡിൻ്റെ കളറും സീഡിൻ്റെ ഷേപ്പും സീഡിൻ്റെ കളറും. ആൻഡ് റിങ്കിൾഡ് ഷേപ്ഡ് ആൻഡ് ഗ്രീൻ കളേർഡ് സീഡ്. വേറെ അതിൻ്റെ കോൺട്രാസ്റ്റ് ക്യാരക്ടറാണ് എന്തൊക്കെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. റിങ്കിൾഡ് എന്ന് പറഞ്ഞാൽ ചുളുങ്ങി റൗണ്ട് ഷേപ്പ് അല്ല. ആൻഡ് ഗ്രീൻ ഇൻ കളർ. അപ്പം അങ്ങനെയുള്ള മറ്റൊരു ചെടി നമ്മൾ എടുത്തു. അപ്പം മെൻഡൽ 2 ചെടികളെയാണ് സെലക്ട് ചെയ്ത് എ പീ പ്ലാന്റ് വിത്ത് റൗണ്ട് ഷേപ്പ് സീഡ് ആൻഡ് യെല്ലോ കളർ. റൗണ്ട് യെല്ലോ കളേർഡ് സീഡുള്ള ഒരു പ്ലാന്റിനെ ക്രോസ് വിത്ത് റിങ്കിൾഡ് ഗ്രീൻ കളേർഡ് സീഡ് പ്ലാന്റ്. മനസ്സിലായോ? അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ മെൻഡൽ പറഞ്ഞ അനുസരിച്ച് 2 ഇതും കൂടെ ക്രോസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ക്രോസ് പോളിനേഷനാണ് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ആ ക്രോസ് പോളിനേഷൻ നടത്തുന്നതാണ് ക്രോസ് നമുക്ക് അടുത്ത ഭാഗത്ത് പറയുന്നതായിരിക്കും. നോക്കിയേ, ഇവിടെ നമ്മൾ 2 ജീൻസ് ആണ് എടുക്കുന്നത്. ഇൻഹെറിറ്റൻസ് ഓഫ് 2 ജീൻ. 2 ജീനുകളാണല്ലോ, 2 സ്വഭാവങ്ങളുടെ 2 ജീനുകളാണ്. റൗണ്ടിൻ്റെ ഉണ്ട്,
യെല്ലോയുടെയും ജീനുകളുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഒരു ജീൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് 2 ഫാക്ടേഴ്സാണുള്ളത് അല്ലേ, 2 അലീലുകൾ. ഇപ്പോൾ റൗണ്ട് എന്ന് കാണിക്കാനാണ് നമ്മൾ ക്യാപിറ്റൽ ആർ എന്ന് കൊടുക്കുന്നത്. യെല്ലോ കളർ എന്ന് കാണിക്കാനാണ് ക്യാപിറ്റൽ വൈ. അപ്പോൾ ഈ ഫസ്റ്റ് പ്ലാന്റിൻ്റെ ഇത് ഹോമോസൈഗസ് ആണ്, ഒരേപോലെ കലർപ്പൊന്നും ഇല്ലാത്ത പ്യുവർ ബ്രീഡറാണ് റൗണ്ട് യെല്ലോ കളേർഡ് സീഡുള്ള പ്ലാന്റ്. ഇനി ഇപ്പുറത്ത് നോക്കിയേ, ഹോമോസൈഗസ് റിങ്കിൾഡ് ഗ്രീൻ. അപ്പോൾ ഇവിടുത്തെ നമ്മൾ റിസസീവ് ജീനുകളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ക്യാപിറ്റൽ ആർ ആണെങ്കിൽ ഇവിടെ നമ്മൾ സ്മോൾ ആർ. ക്യാപിറ്റൽ വൈക്ക് പകരം ഇവിടെ സ്മോൾ വൈ. അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ജീനോ ടൈപ്പ് എഴുതുന്നത്. ഇനി അടുത്ത ഇത് പേരൻറ്റിനെ കാണിച്ചിരിക്കുന്നു. നെക്സ്റ്റ് ഗമീറ്റ് ആണ്. എങ്ങനെയാണ് ഇതിൽ നിന്ന് നമ്മൾ ഗമീറ്റ് എഴുതുന്നത്? അപ്പോൾ ഗമീറ്റ് എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമുക്ക് വലിയ പ്രശ്നമില്ല, അടുത്ത ഭാഗം വരും കുറച്ചുകൂടി ശ്രദ്ധിച്ചിരിക്കണം എങ്ങനെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഗമീറ്റ് ഉണ്ടാവുന്നതെന്ന് ഞാൻ കോമ്പിനേഷൻ പറയാം. ഇവിടെ ഒരു ആറാണല്ലോ, ഈ ആറ് ഈ ക്യാപിറ്റൽ വൈയുമായിട്ട് ചേരുമ്പോൾ എന്ത് കിട്ടും? ക്യാപിറ്റൽ വൈ. ഇനി ഈ ആറ് ഈ വൈയുമായിട്ട് ചേരുമ്പോഴും ഇത് തന്നെയല്ലേ കിട്ടുന്നത്. ഇനി വീണ്ടും ഈ ആറ് ഈ വൈയുമായിട്ട് കമ്പൈൻ ചെയ്താലും ഈ കോമ്പിനേഷൻ കിട്ടും. ഈ ആറ് സെക്കൻഡ് വൈയുമായിട്ട് ചേർന്നാലും ഈ കോമ്പിനേഷൻ. അപ്പോൾ 4 തരം ഗമീറ്റാണ് ഇവിടെ ഉണ്ടാകുന്നത്. ക്യാപിറ്റൽ വൈ. അങ്ങനെ ക്യാപിറ്റൽ വൈ ഇങ്ങനെയുള്ള കോമ്പിനേഷൻ. ഇപ്പം നിങ്ങൾക്കത് അടുത്ത സെഷൻ ആകുമ്പോൾ നമ്മൾ F1 ജനറേഷൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഇവിടെ നമ്മൾ എങ്ങനെ എഴുതുന്നു? ക്യാപിറ്റൽ വൈ എന്ന് പറയുന്ന ഒരു തരത്തിലെ ഗമീറ്റ് മാത്രമേ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ക്യാപിറ്റൽ വൈ എന്ന റൗണ്ടിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെയും നമുക്ക് സ്മോൾ വൈ എന്ന കോമ്പിനേഷനാണ് ഇവിടെ വരുന്നത്. മനസ്സിലായോ? ഇനി ഇത് രണ്ടും കൂടെ ക്രോസ് പോളിനേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് F1 ജനറേഷൻ കിട്ടും. ഈ F1 ജനറേഷൻ കിട്ടുമ്പോൾ എങ്ങനെയാണ് അത് എഴുതുന്നത്? ഇതും കൂടി ചേർത്താണ് എഴുതുന്നത്. അപ്പോൾ നമ്മൾ എഴുതുന്ന സമയത്ത് ഈ 6 ആദ്യം എഴുതുക. ഇത് ഇവിടെ നോക്കിയേ, ഒരു 6 ഇതിൻ്റെ സ്മോൾ ആറ് അതിൻ്റെ കൂട്ടത്തിൽ, പിന്നെ നമ്മൾ ക്യാപിറ്റൽ വൈ എഴുതുന്നു, ഈ സ്മോൾ വൈ ഇവിടെ എഴുതുന്നു. അപ്പോൾ നമുക്ക് കോമ്പിനേഷൻ എങ്ങനെ കിട്ടും? F1 ജനറേഷനിലെ ജീനോടൈപ്പ് എങ്ങനെ കിട്ടുന്നു? ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ എന്ന കോമ്പിനേഷനിലാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് ഹെട്രോസൈഗസ് ആണ് അല്ലേ, ഡിഫറെൻറ്റ് ഗമീറ്റുകളാണ്. പക്ഷേ ഇതിൻ്റെ ഫീനോടൈപ്പ് എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? റൗണ്ട് യെല്ലോ ആണ്. നമ്മൾ മോണോഹൈബ്രിഡ് പഠിച്ച പോലെ തന്നെയാണ് ടോൾ പ്ലാന്റ് ആൻഡ് ഡോർ പ്ലാന്റിനെ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന F1 ജനറേഷനിൽ കിട്ടുന്ന ടോളെ കിട്ടുന്നുള്ളായിരുന്നു അല്ലേ. അതേപോലെ തന്നെ ഇവിടെ അങ്ങനെ തന്നെയാണ്. ഇവിടെ 2 ജീനുകൾ നമ്മൾ എടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീനോടൈപ്പ് റൗണ്ട് യെല്ലോ എന്ന് പറയുന്ന ചെടികളായിരിക്കും. അതിൻ്റെ ജീനോടൈപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് എഴുതുന്നത് അല്ലേ. ഇനി ഇത് F1 ജനറേഷനിലെ നമ്മൾ നോക്കുമ്പോൾ എല്ലാ ചെടിയും റൗണ്ട് യെല്ലോ ആണ്. റിങ്കിൾഡ് ഗ്രീൻ സീഡുള്ള ചെടികളൊന്നും തന്നെ F1 ജനറേഷനിൽ ഇല്ല. ഇനി അദ്ദേഹം എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഈ റൗണ്ട് യെല്ലോ സീഡുള്ള ചെടികളെ അതിനെ സെൽഫ് പോളിനേഷൻ, അതിനെ കിളിപ്പിച്ച് അതിൽ നിന്ന് നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാക്കാൻ വേണ്ടി അവരെ സെൽഫ് പോളിനേഷന് വിധേയമാക്കി. എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂമ്പൊടി തന്നെ അതിൽ തന്നെ വീണ് അതിൽ തന്നെ ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ സെൽഫിങ് അല്ലെങ്കിൽ സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ F1 ചെടി തന്നെയാണ് മെയിൽ പ്ലാന്റും ഫീമെയിൽ പ്ലാന്റ്. F1ലെ പ്ലാന്റ് നമുക്ക് ഓൾറെഡി അറിയാം റൗണ്ട് യെല്ലോ ആണ് അല്ലേ. ആ ചെടിയാണ് നമ്മൾ F2 ജനറേഷന് വേണ്ടി സെൽഫിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ ഈ കോമ്പിനേഷൻ്റെ ഒരു പ്ലാന്റാണിത്. മെയിൽ പ്ലാന്റ് ആണെങ്കിൽ ഇതേ പ്ലാന്റ് തന്നെ ആയിരിക്കുമല്ലോ വരുന്നത്, ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. ഇനി ഇത് കാണിച്ചേക്കുന്നത് ഇതിൽ നിന്നുണ്ടാകുന്ന ഗമീറ്റുകളെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഗമീറ്റുകളെ ഉണ്ടാവുന്നതെന്നാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയേ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഈ ആറും ഈ വൈയും കൂടി ചേരുമ്പോൾ ഒരു കോമ്പിനേഷൻ, ഈ ആറും ഈ വൈയും കൂടി ചേരുമ്പോൾ ഒരു കോമ്പിനേഷൻ. അപ്പോൾ ഏത് കോമ്പിനേഷൻ വന്നാലും ഈ ഒരൊറ്റ കോമ്പിനേഷൻ വരുന്നത് കൊണ്ടാണ് നമ്മളിവിടെ ഒരെണ്ണം മാത്രം എഴുതി. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഈ 4 എണ്ണവും ഡിഫറെൻ്റ് ആണ് അല്ലേ. ഈ അലീലുകളെല്ലാം ഡിഫറെൻ്റ് ആയതുകൊണ്ട് നമുക്ക് വ്യക്തമായിട്ടും 4 ഡിഫറെൻ്റ് ആയിട്ട് എഴുതിയാലേ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് വന്നേക്കുന്നതെന്നുള്ളത് നിങ്ങൾ ഈ ഒരു ഭാഗം ശ്രദ്ധിച്ച് നോക്കുക.
ഈ ക്യാപിറ്റൽ ആർ ഈ ക്യാപിറ്റൽ വൈയുമായിട്ട് ചേരുമ്പോൾ ഒരു കോമ്പിനേഷൻ. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി ഈ ക്യാപിറ്റൽ ആർ ഈ സ്മോൾ വൈയുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഇവിടെ ക്യാപിറ്റൽ ആർ സ്മോൾ വൈ. ഇനി സ്മോൾ ആറിനെ എടുക്കണം. അപ്പോൾ ക്യാപിറ്റൽ ആറിൻ്റെ കോമ്പിനേഷൻ രണ്ടും കഴിഞ്ഞു. ഇനി സ്മോൾ ആറിൻ്റെ കോമ്പിനേഷൻ നോക്കിയേ, സ്മോൾ ആർ ക്യാപിറ്റൽ വൈ കണ്ടോ. ഇനി അടുത്ത് സ്മോൾ ആർ സ്മോൾ വൈ, അത് ഇവിടോട്ട് എഴുതുന്നു. അപ്പോൾ അങ്ങനെ 4 കോമ്പിനേഷൻസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഭാഗം ശ്രദ്ധിക്കുക, കാരണം ഇതിൽ നിന്നുണ്ടാവുന്ന ഗമീറ്റുകൾ മാത്രം എഴുതാനായിട്ട് പരീക്ഷയ്ക്ക് ചിലപ്പം ചോദിക്കാം. അപ്പോൾ ഇത് മനസ്സിലാക്കണം. എന്താണ് ഈ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈയുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ, ഈ ക്യാപിറ്റൽ ആർ സ്മോൾ വൈയുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ആർ സ്മോൾ വൈ. ഇപ്പോൾ 2 ക്യാപിറ്റൽ ആർ കഴിഞ്ഞു. ഇനി സ്മോൾ ആർ ക്യാപിറ്റൽ വൈ, സ്മോൾ ആർ സ്മോൾ വൈ. മനസ്സിലായോ? ഈ 4 ഗമീറ്റുകൾ നമുക്കിവിടെ കിട്ടി. ഇവിടെയും സെയിം ആണല്ലോ, സെയിം പേരൻ്റ് തന്നെയാണ്, അതുകൊണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇവിടെ കിട്ടും. അപ്പം നമുക്ക് മറ്റേ മോണോഹൈബ്രിഡ് പറഞ്ഞ പോലെയല്ല, ഇവിടെ നമുക്ക് കുറേ ഗമീറ്റുകൾ, ഇവിടെ 4 ഗമീറ്റ് കിട്ടും, ഫീമെയിലിൻ്റെ അവിടെയും 4 ഗമീറ്റ് കിട്ടും. ഇനി നമ്മൾ ഇതിനെ എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞേ, ഈ ഗമീറ്റുകൾ സെൽഫ് പോളിനേഷൻ ചെയ്തിട്ട് നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാകുകയാണ്. നോക്കിയേ, അപ്പോൾ നമ്മൾ ഈ ഗമീറ്റുകളെ നമ്മൾ F2 ജനറേഷൻ കാണിക്കാൻ വേണ്ടി നമുക്കല്ലാതെ ഇങ്ങനെ ക്രോസ് ചെയ്ത് എഴുതാൻ പാടായതുകൊണ്ട്, ഇത് ഒത്തിരി ഗമീറ്റ് ഉള്ളതുകൊണ്ട് നമ്മളൊരു ചെക്കർ ബോർഡ് അല്ലെങ്കിൽ പുന്നറ്റ് സ്ക്വയർ വരയ്ക്കുകയാണ് അല്ലേ. ആ പുന്നറ്റ് സ്ക്വയറിൽ നമ്മൾ മെയിൽ ഗമീറ്റ്സിനെ എല്ലാം ഇവിടോട്ട് എഴുതുക. കണ്ടോ, മുമ്പേ കിട്ടിയ ഈ 4 ഗമീറ്റിനെ ഒരു കൂട്ടത്തിനെ ഇവിടെ എഴുതുക, മറ്റൊരു കൂട്ടത്തിനെ നമ്മൾ താഴോട്ടും എഴുതുക. അപ്പോൾ നോക്കിയേ, ഇങ്ങോട്ടും എഴുതി ഒരു പേരൻറ്റിൻ്റെ ഗമീറ്റുകൾ ഇങ്ങനെയും ഒരു പേരൻറ്റിൻ്റെ ഗമീറ്റുകളെ നമ്മൾ ഇങ്ങോട്ടും എഴുതി. ഇതിപ്പോൾ ഫീമെയിൽ ഗമീറ്റ് ആണെങ്കിൽ ഇത് എല്ലാം മെയിൽ ഗമീറ്റുകൾ. ഇനി നമ്മൾ ഈ ചെക്കർ ബോർഡ് നമ്മൾ ഫില്ല് ചെയ്യണം. എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത്? നിങ്ങൾക്കറിയാം എന്തൊക്കെയാണ്. ഈ കോളം നമുക്ക് ഫില്ല് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഗമീറ്റും കൂടി ചേർത്ത് വേണം ഇവിടെ എഴുതാൻ. അപ്പോൾ ഒന്ന് നോക്കിക്കേ, ക്യാപിറ്റൽ ആർ. അപ്പോൾ 6 നമ്മൾ ആദ്യം എഴുതും. ക്യാപിറ്റൽ ആർ, പിന്നെന്താ ഉള്ളത്, 2 ക്യാപിറ്റൽ വൈ ആണ്. ക്യാപിറ്റൽ വൈ, ഇത് എളുപ്പമാണ് അല്ലേ, എല്ലാം ക്യാപിറ്റൽ ആയതുകൊണ്ട് എളുപ്പമാണ്. ഇനി ഇതും കൂടി ചേർത്തിട്ടാണ് ഈ കോളം ഫില്ല് ചെയ്യുന്നത്. നോക്കിയേ, ക്യാപിറ്റൽ ആർ അതെഴുതി, ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. കണ്ടോ? അപ്പോൾ എന്ത് കിട്ടി? ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. അങ്ങനെ ഓരോന്നും ഫില്ല് ചെയ്യുക. അടുത്തത് ക്യാപിറ്റൽ വൈനെ ഇതുമായിട്ട് കമ്പൈൻ ചെയ്യാം. നോക്കിയേ, ക്യാപിറ്റൽ ആർ ഉണ്ട്, പിന്നെ ഇവിടെ ഉള്ളത് സ്മോൾ ആർ ആണ്. നോക്കിയേ, അപ്പോൾ നമ്മൾ എന്തെഴുതും? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്നെഴുതും. പിന്നെ ആരുണ്ട്? ക്യാപിറ്റൽ വൈ. അപ്പോൾ 2 ക്യാപിറ്റൽ വൈ. അപ്പോൾ നമുക്ക് കോമ്പിനേഷൻ കിട്ടിയത് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ. നെക്സ്റ്റ് ക്യാപിറ്റൽ വൈനെ ഇവിടുത്തെ സ്മോൾ ആർ സ്മോൾ വൈയുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ക്യാപിറ്റൽ ആർ ഉണ്ട്, ഇവിടെ സ്മോൾ ആർ ഉണ്ട്. അപ്പോൾ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇവിടെ ക്യാപിറ്റൽ വൈ ഉണ്ട്, ഇവിടെ സ്മോൾ വൈ ഉണ്ട്. അത് നമ്മൾ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ അങ്ങനെ കിട്ടി. അപ്പോൾ ഒരു റോ കഴിഞ്ഞു അല്ലേ. ഇനി അടുത്തത്, ഇനി ഇതും കൂടി ചേർത്ത് ഇവിടെ എഴുതുക. കണ്ടോ എഴുതുന്നത്? ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. ഇനി ഇതും കൂടി ചേർത്ത് ഇവിടെ എഴുതുന്നു. ക്യാപിറ്റൽ ആർ സ്മോൾ വൈ എന്നാണ് വരുന്നത്. കണ്ടോ, ഇവിടെ സ്മോൾ വൈ ആണ്. അതുപോലെ ഇതും കൂടി ചേർത്ത് ഇവിടെ എഴുതുക. അങ്ങനെ ഓരോ കോളവും നമ്മൾ ഫില്ല് ചെയ്യുന്നു. ഇനി മൂന്നാമത്തെ കോളം വരും, ഇതും കൂടി ചേർത്ത് ഇവിടെ എഴുതും. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ആദ്യം വരുമ്പോൾ നമ്മൾ ഇവിടെ സ്മോൾ ആർ ആണ് തുടങ്ങുന്നതെങ്കിലും നമ്മൾ ആദ്യം എഴുതുന്ന ഏതായിരിക്കും? ക്യാപിറ്റൽ ആർ, പിന്നെ സ്മോൾ ആർ, പിന്നെ രണ്ടും ക്യാപിറ്റൽ വൈ ആയതുകൊണ്ട് ക്യാപിറ്റൽ വൈ. ഇവിടെ നോക്കി, ഇവിടെ അങ്ങനെ തന്നെ, ഇവിടെയും ക്യാപിറ്റൽ ആർ ഉണ്ട്, പക്ഷെ നമ്മൾ ഈ സ്മോൾ ആർ അല്ല ആദ്യം എഴുതുന്നത്. ക്യാപിറ്റൽ ആർ എഴുതുന്നു, സ്മോൾ ആർ എഴുതുന്നു, ക്യാപിറ്റൽ വൈ സ്മോൾ. ഇപ്പം നമ്മളൊരു കോമ്പിനേഷൻ എടുക്കുമ്പോൾ ഒരു ക്യാപിറ്റലും ഒരു സ്മോളും കൂടെ ഉണ്ടെങ്കിൽ അതിൽ ക്യാപിറ്റൽ ആദ്യം എഴുതാൻ നോക്കണം. അങ്ങനെയാണ് എഴുതുന്നത്. പിന്നെ അതുപോലെ ഇതും കൂടെ ഇവിടെ നോക്കിയ കോമ്പിനേഷൻ രണ്ടും സ്മോൾ ആർ ആണ് അല്ലേ. സ്മോൾ ആർ 2 ക്യാപിറ്റൽ വൈ ആണ്. ക്യാപിറ്റൽ വൈ. ഇനി ഇതും കൂടെ നോക്കിക്കേ, സ്മോൾ ആർ ഒരു ക്യാപിറ്റൽ വൈ ഇവിടെ ഉണ്ട്, ഒരു സ്മോൾ വൈ ഇവിടെ ഉണ്ട്. വീണ്ടും
ലാസ്റ്റ് കോളവും ഇതും കൂടി ചേർത്ത് ഇവിടെ എഴുതുന്നു. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. ഇതും കൂടി ചേർത്ത് ഇവിടെ എഴുതുന്നു. ഇതും കൂടി ചേർത്ത് ഇവിടെ എഴുതുന്നു. ഇതും കൂടി ചേർത്ത് ലാസ്റ്റ് കോളം നോക്കിക്കേ. സ്മോൾ ആർ സ്മോൾ സ്മോൾ വൈ, ഇത് സ്മോൾ ആർ സ്മോൾ വൈ. രണ്ടും കൂടെ ആകുമ്പോൾ എത്ര വരും? എങ്ങനെയാണ് എഴുതുന്നത്? സ്മോൾ ആർ സ്മോൾ വൈ. ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ജീനോടൈപ്പ് എഴുതി വെച്ചേക്കുന്നത് അല്ലേ? ജീനോടൈപ്പ് എഴുതാൻ നമുക്ക് ഇങ്ങനെ നോക്കി എഴുതിയാൽ. ഇനി നമ്മൾ ഇവരുടെ ഈ ചെടി എന്ത് ടൈപ്പ് ഫീനോടൈപ്പാണ് ഓരോ ചെടി കോമ്പിനേഷനും കാണിക്കുന്നത് എന്ന് എഴുതണം. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ ഈ ചെടിയിൽ ഒരു നമ്മൾ പറഞ്ഞ പേരൻറ്റിൽ റൗണ്ട് ഷേപ്പും യെല്ലോ കളറുമാണ് ഡോമിനേറ്റിംഗ് ക്യാരക്ടർ അല്ലേ? നമ്മൾ പറഞ്ഞ് 2 വ്യത്യസ്ത അലീലുകൾ വരുമ്പോൾ ഒരെണ്ണം ഡോമിനേറ്റ് ചെയ്യും, മറ്റേത് സപ്രസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഈ ചെടിയുടെ ക്യാരക്ടറാണ് റൗണ്ട് ഷേപ്പും യെല്ലോ കളറും. അപ്പോൾ ഇവിടെ നമ്മൾ ക്യാപിറ്റൽ ആർ ഉണ്ടെങ്കിൽ അത് ഏത് കാണിക്കും? റൗണ്ട് ഷേപ്പ് കാണിക്കും. ഒരു ക്യാപിറ്റൽ വൈ എങ്കിലും ഉണ്ടെങ്കിൽ അത് യെല്ലോ കളറ് കാണിക്കും. ഇപ്പോൾ ഒരെണ്ണം ആയാലും മതി. ഇപ്പോൾ രണ്ടും കൂടി ഇവിടെ വന്നിട്ടുണ്ട്. രണ്ടും ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ ആയതുകൊണ്ട് ഇവിടെ റൗണ്ട് യെല്ലോ തന്നെ വരും. പക്ഷേ ഇവിടെ നോക്കിയേ, റൗണ്ട്നെസ് കിട്ടുന്നുണ്ട്, രണ്ടും ക്യാപിറ്റൽ ആറാണ് അല്ലേ? റൗണ്ട്നെസ് വരും. പക്ഷേ യെല്ലോ നോക്കിയേ, അത് ഹെട്രോസൈഗസ് കണ്ടീഷനാണ്. എന്നാലും നമുക്കറിയാം രണ്ട് ഡിഫറെൻറ്റ് അലീലുകൾ വരുമ്പോൾ ഒരാൾ ഡോമിനേറ്റ് ചെയ്യും അല്ലേ? ക്യാപിറ്റൽ വൈ ഡോമിനേറ്റ് ചെയ്യുന്ന ആയതുകൊണ്ട് യെല്ലോ കളർ വരും. ഇനി ഇവിടെ നോക്കിയേ, തിരിച്ച് ഇവിടെ റൗണ്ട്നെസ് ആണ് ഒരെണ്ണം ഹെട്രോസൈഗസ് കണ്ടീഷനിൽ വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ റൗണ്ട് ഡോമിനേറ്റ് ചെയ്യും. മറ്റേത് പിന്നെ രണ്ടും ക്യാപിറ്റൽ വൈ ആയതുകൊണ്ട് യെല്ലോ വരും. ഇവിടെ നോക്കിയാൽ രണ്ടും ഹെട്രോസൈഗസ് കണ്ടീഷനിലാണ്, റൗണ്ടും വരുന്നുണ്ട്. ഒരു ആറയിലും ഉണ്ടെങ്കിൽ അത് റൗണ്ട് കാണിക്കും, ഒരു വൈയിലും ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അത് യെല്ലോ കാണിക്കും അല്ലേ? അങ്ങനെയാണ് റൗണ്ട് യെല്ലോ കിട്ടുന്നത്. ഇനി ഇവിടെ അതേപോലെ അതുണ്ട്, രണ്ടും ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉള്ളത് കൊണ്ട് റൗണ്ട് യെല്ലോ. ഇവിടെ നോക്കിയേ, റൗണ്ടിന് കിട്ടാനുള്ള 2 അലീലുകളും ഉണ്ട്, പക്ഷേ യെല്ലോയ്ക്ക് കിട്ടാൻ ക്യാപിറ്റൽ വൈ ഇല്ല. കണ്ടോ? അപ്പോൾ ക്യാപിറ്റൽ വൈ ഇല്ലാത്ത സ്ഥിതിക്ക് സ്മോൾ വൈ എന്ന് പറയുന്നത് നമുക്കറിയാം, അത് എന്തിൻ്റെ കളറാണ്? ഗ്രീൻ കളറാണ് കാണിക്കുന്നത് അല്ലേ? സ്മോൾ വൈ. അതുകൊണ്ടാണ് അത് ഗ്രീൻ കളർ വന്നത്. അപ്പോൾ റൗണ്ടിൻ്റെ കൂടെ ഏത് കയറി വന്നു? ഗ്രീൻ കോമ്പിനേഷൻ വന്നു. ഇത് പഴയ പോലെ റൗണ്ട് ഓരോ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉള്ളതുകൊണ്ട് അത് റൗണ്ട് യെല്ലോ. ഇനി ഇവിടെ നോക്കിയേ, ഒരു ക്യാപിറ്റൽ ആർ ഉള്ളതുകൊണ്ട് റൗണ്ട് വരുന്നു, ക്യാപിറ്റൽ വൈ ഇല്ലാത്തത് കൊണ്ട് ഗ്രീൻ ആകുന്നു. അങ്ങനെ ഓരോന്നും നമ്മളിങ്ങനെ എഴുതുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് 16 കോമ്പിനേഷനുള്ള ചെടികളാണ് നമുക്ക് ഇതിൽ നിന്നെല്ലാം കിട്ടിയത്. കണ്ടോ? ഇവിടെ റൗണ്ട് യെല്ലോ വരുന്നുണ്ട്, ഇവിടെ ഓരോ ക്യാപിറ്റൽ ലെറ്റർ വരുന്നുണ്ട്, റൗണ്ട് യെല്ലോ വരുന്നുണ്ട്. ഇവിടെ നോക്കിയേ, ക്യാപിറ്റൽ ആർ ഇല്ല. കണ്ടോ? അപ്പോൾ റൗണ്ട് കിട്ടുമോ? ഇല്ല. അപ്പോൾ എന്ത് വരും? റിങ്കിൾഡ്നെസ് ആണ് സ്മോൾ ആർ എന്ന് പറയും. അപ്പോൾ അവിടെ റിങ്കിൾഡ്, പക്ഷേ യെല്ലോ കളറുണ്ട് താനും. അപ്പോൾ ഏത് കോമ്പിനേഷൻ വരും? റിങ്കിൾഡ് യെല്ലോ. അത് ഹോമോസൈഗസ് കണ്ടീഷൻ. ഇനി ഈ റിങ്കിൾഡിൻ്റെ കൂടെ ഹെട്രോസൈഗസ് കണ്ടീഷൻ വരുന്നതാണ് ഇത്. അതായത് റിങ്കിൾഡിന് വരാൻ സ്മോൾ ആർ ഉണ്ട്, യെല്ലോ വരാൻ ഒരു ക്യാപിറ്റൽ വൈ ഉള്ളതുകൊണ്ട് ഇവിടെ യെല്ലോ കാണിച്ചു. ഇവിടെയും റൗണ്ട് യെല്ലോ, രണ്ടും ഓരോന്ന് ക്യാപിറ്റലുണ്ട്. ഇവിടെ നോക്കിയേ, ഒരു ക്യാപിറ്റൽ ആർ ഉള്ളതുകൊണ്ട് റൗണ്ടും ഗ്രീൻ എന്നുള്ള കളറാണ് ഇവിടെ വരുന്നത്, കാരണം ക്യാപിറ്റൽ വൈ ഇല്ലാത്തതുകൊണ്ട്. ഇവിടെ അങ്ങനെ റിങ്കിൾഡ്, ക്യാപിറ്റൽ ആർ ഇല്ലാത്തതുകൊണ്ട് റിങ്കിൾഡ്, ക്യാപിറ്റൽ വൈ ഒരെണ്ണം ഉള്ളതുകൊണ്ട് യെല്ലോ വന്നു. ഇനി ഇവിടെ നോക്കിയേ, രണ്ടും ഇല്ല അല്ലേ? 2 ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഇല്ല. അതുകൊണ്ട് ഏത് വരും? സ്മോൾ ആർ എന്തിനെ കാണിക്കുന്നു? റിങ്കിൾഡ്നെസ്സിനെ കാണിക്കുന്നു. സ്മോൾ വൈ എന്നുള്ളത് ഗ്രീനിനെ കാണിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് കോമ്പിനേഷൻ എത്ര കോളംസ് വരും? 4 × 4 അല്ലേ? 4 എണ്ണം അങ്ങോട്ടും 4 എണ്ണം ഇങ്ങോട്ടും ആകുമ്പോൾ നമുക്കിവിടെ 16 കോളംസ് ആണ്. ഈ 16 കോളംസിലുള്ള പിന്നെ ഓരോന്നിനെയും നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് എത്ര റൗണ്ട് യെല്ലോ ഉണ്ട് എന്ന് എണ്ണി നോക്കണം. എത്ര എണ്ണം ഉണ്ട്? ഇവിടെ നോക്കിയേ, 1 2 3 4 5 6 7 8 9. വേറെ ഉണ്ടോ? ഇല്ല. അപ്പോൾ 9 റൗണ്ട് യെല്ലോയാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. റൗണ്ട് യെല്ലോ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഫീനോട്ടിപ്പിക്. അപ്പോൾ ഫീനോട്ടിപ്പിക് റേഷ്യോ ആണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഫീനോട്ടിപ്പിക് റേഷ്യോ കാണിക്കുന്ന അത് നമ്പർ ഇട്ടേക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ എണ്ണിയതാണ്, ഇപ്പോൾ എണ്ണിയില്ലേ? റൗണ്ട് യെല്ലോ 1 2 3 4 5 6 7 8 9 എണ്ണം ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് 9 റൗണ്ട് യെല്ലോ ഉണ്ട്.
ഇനി നമ്മൾ അടുത്തെടുക്കേണ്ട റൗണ്ട് ഗ്രീൻ എത്ര ഉണ്ട്? ഈ ഗ്രീൻ കാണിച്ചേക്കുന്നതാണ് ഇത് അല്ലേ. ഒന്ന് ഇവിടെ ഒരു ഗ്രീൻ ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ഗ്രീൻ ഉണ്ട്. അപ്പോൾ റൗണ്ട് ഗ്രീൻ കോമ്പിനേഷൻ 3 ഉള്ളത്. മനസ്സിലായോ? ഇനി വേറൊരു കോമ്പിനേഷനാണ് റിങ്കിൾഡ് യെല്ലോ. റിങ്കിൾഡ് യെല്ലോയും 3 ഇവിടെ നോക്കിയേ, 1, ഇതൊരു റിങ്കിൾഡ് യെല്ലോ ആണ്, ഇതൊരു റിങ്കിൾഡ് യെല്ലോ ആണ് അല്ലേ. അപ്പോൾ അത് നമ്മൾ റിങ്കിൾഡ് യെല്ലോ 3. ഇനി ലാസ്റ്റിൽ ഒരെണ്ണം മാത്രമായിട്ടുണ്ട്, അതേതാണ്? റിങ്കിൾഡ് ഗ്രീൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇത് ഒന്നുകൂടെ ഒന്ന് നോക്കിക്കേ, ഈ പടത്തിൽ നമുക്ക് കുറച്ചുകൂടി വ്യക്തമാകും അല്ലേ. 9 റൗണ്ട് യെല്ലോ, റൗണ്ട് ഗ്രീൻ 1, 2, 3 അല്ലേ. അടുത്ത റിങ്കിൾഡ് യെല്ലോ ആണ് നമുക്കറിയേണ്ടത്. റിങ്കിൾഡ് യെല്ലോ 1, 2, 3 അല്ലേ. പിന്നെ റിങ്കിൾഡ് ഗ്രീന് 1 ഉള്ളൂ, വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല, ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് ഇത് കാണിച്ചേക്കുന്നത് അല്ലേ. റിങ്കിൾഡ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ റേഷ്യോ എഴുതുമ്പോൾ 9 റൗണ്ട് യെല്ലോ ഉണ്ട്, 3 റൗണ്ട് ഗ്രീൻ ഉണ്ട്, 3 റിങ്കിൾഡ് യെല്ലോ ഉണ്ട്, 1 റിങ്കിൾഡ് ഗ്രീൻ ഉണ്ട് അല്ലേ. ആ കോമ്പിനേഷനാണ് നമുക്ക് ഇവിടെ അതിൻ്റെ റേഷ്യോ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, ഡൈഹൈബ്രിഡ് ഫീനോട്ടിപ്പിക് റേഷ്യോ അല്ലേ. ഫീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് റേഷ്യോ ക്യാൻ ബി ഡിറൈവ്ഡ് ആസ് കോമ്പിനേഷൻ സീരീസ് ഓഫ് 3 യെല്ലോ 1 ഗ്രീൻ വിത്ത് 3 റൗണ്ട് ആൻഡ് 1 റിങ്കിൾഡ്. അതിനെയാണ് അങ്ങനെ കിട്ടുന്ന റേഷ്യോനെയാണ് നമ്മൾ ഇതൊന്നും പറയണമെന്നില്ല, ഈ ഒരു റേഷ്യോ മാത്രം നിങ്ങൾ എഴുതി വെച്ചിരുന്നാൽ മതി. 9:3:3:1 എപ്പോൾ ചോദിച്ചാലും പറയേണ്ട ഒരു റേഷ്യോ ആണ് ഡൈഹൈബ്രിഡ് ഫീനോട്ടിപ്പിക് റേഷ്യോ. അപ്പോൾ ഡൈഹൈബ്രിഡ് ഫീനോട്ടിപ്പിക് റേഷ്യോ മീൻസ് അതെന്താണ്? ഈ കോമ്പിനേഷനും ഓർത്തിരിക്കുക. റൗണ്ടിൻ്റെ കൂടെ യെല്ലോ ആദ്യം, റൗണ്ടിൻ്റെ കൂടെ ഗ്രീന്, റിങ്കിൾഡിൻ്റെ കൂടെ യെല്ലോ, പിന്നെ റിങ്കിൾഡ് ഗ്രീൻ. ഇതിൻ്റെ അകത്ത് പേരൻ്റൽ ക്യാരക്ടർ ഇത് മാത്രമേ ഉള്ളൂ അല്ലേ. റൗണ്ട് യെല്ലോയും റിങ്കിൾഡ് ഗ്രീനും എന്നുള്ളതാണ് ഇതിൻ്റെ ഗ്രാൻഡ് പേരൻറ്റിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് അല്ലേ. പക്ഷേ ഈ 2 കോമ്പിനേഷനും കൂടെ അവിടെ വന്നിരുന്നു, അതുകൊണ്ടാണ് ഈ റേഷ്യോ ഇങ്ങനെ ആവുന്നത്. 9:3:3:1 എന്ന് പറയുന്ന റേഷ്യോ വന്നിരുന്നു. ഇനി ഇത് വെച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ എഴുതാം. പക്ഷെ നമുക്ക് പുസ്തകത്തിൽ പഠിക്കാനില്ല, നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അത് നമ്മൾ എഴുതുമ്പോൾ ജീനോട്ടിപ്പിക് റേഷ്യോ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഇങ്ങനെ എഴുതും. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എഴുതിയേക്കുന്നതിൻ്റെ അകത്ത് ഒരു ചെറിയ തെറ്റുണ്ട്, പക്ഷേ എന്നാലും ഞാനൊന്ന് പറയാം. ക്യാപിറ്റൽ ആറിൻ്റെ കൂടെ ക്യാപിറ്റൽ വൈ വരുന്ന ഒരു കോമ്പിനേഷൻ. അത് എത്ര എണ്ണം ഉണ്ടെന്ന് തപ്പി പിടിച്ച് നോക്കിയാൽ എത്രയിൽ കാണത്തുള്ളൂ? 1. വീണ്ടും ഈ ക്യാപിറ്റൽ ആറിൻ്റെ കൂടെ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ, അത് നമ്മൾ നോക്കിയാൽ ഇതിൻ്റെ അകത്ത് 2 എണ്ണം ഉള്ളതായിട്ട് കാണാം. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഒരെണ്ണം കൂടി വരും, അതായത് ക്യാപിറ്റൽ ആർ സ്മോൾ വൈ ഇതുണ്ട്. ഈ കോമ്പിനേഷനാണ് ഇവിടെ യഥാർത്ഥത്തിൽ വരേണ്ടത്. അവരുടെ എഴുതി വന്നപ്പോൾ തെറ്റിപ്പോയതാണ്. അത് നോക്കിയേ, ക്യാപിറ്റൽ ആർ സ്മോൾ വൈ 1. അപ്പോൾ ഇവിടെയാണ് അത് വരേണ്ടത്. അടുത്ത ഇനി 3 കോമ്പിനേഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ സ്മോൾ ആറിൻ്റെ കൂടെ ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ ആർ സ്മോൾ ആറിൻ്റെ കൂടെ ക്യാപിറ്റൽ വൈ, പിന്നെ ക്യാപിറ്റൽ ആർ സ്മോൾ ആറിൻ്റെ കൂടെ സ്മോൾ വൈ. അപ്പോൾ ഇതും ഇവിടെ വരും. അപ്പോൾ ഇത് കുറച്ച് മുകളിൽ വരും, ഇത് ഇങ്ങോട്ട് വരും. അപ്പോൾ അങ്ങനെ ആ 3 കോമ്പിനേഷനാണ് എഴുതേണ്ടത്. പിന്നെ ലാസ്റ്റ് കോമ്പിനേഷൻ ശരിയാണ്, ഇതുകൊണ്ട് ഇങ്ങനെ സ്മോൾ ആറിൻ്റെ കൂടെ 3 കോമ്പിനേഷൻസ് വരുന്നതാണ്. കണ്ടോ, സ്മോൾ ആറിൻ്റെ കൂടെ ക്യാപിറ്റൽ വൈ, സ്മോൾ ആറിൻ്റെ കൂടെ ക്യാപിറ്റൽ വൈ, സ്മോൾ ആറിൻ്റെ കൂടെ സ്മോൾ വൈ. അപ്പോൾ ഇതിങ്ങനെ ഓർഡറിൽ, ഇതിപ്പോൾ ഇച്ചിരി ഓർഡർ തെറ്റിയേക്കാണ്, എന്നാലും ഈ ഓർഡറിൽ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്ന ജീനോട്ടിപ്പിക് റേഷ്യോ ഇതാണ്. റേഷ്യോയിൽ അവർ എഴുതിയത് കറക്റ്റാണ്, പക്ഷേ ഇത് എഴുതിയേക്കുന്ന ഇച്ചിരി തെറ്റുണ്ട്. ഞാൻ ഈ ഡൈഹൈബ്രിഡ് ക്രോസ് ഞാൻ പേപ്പറിൽ ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് തരാം. നമ്മൾ മോണോ ഹൈബ്രിഡിൻ്റെ ഞാൻ അയച്ചു തന്നില്ലേ, അതേപോലെ അയച്ചു തരാം. അപ്പോൾ ഞാൻ ഇത് കറക്റ്റായിട്ട് ഓർഡറിൽ എഴുതി തരാം, അത് നിങ്ങൾ ബുക്കിൽ എഴുതി വെക്കാം. അപ്പോൾ ജീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, നോക്കി ഇതൊരു പ്രത്യേകതരം ഒരു ഫാൻസി നമ്പർ പോലെയാണ്. നോക്കി ഒരു സെൻട്രൽ ഒരു 4 എഴുതുക, എന്നിട്ട് 2:1 2:1 ലെഫ്റ്റ് സൈഡിലോട്ടും റൈറ്റ് സൈഡിലോട്ടും നോക്കി 2:1 2:1 കേട്ടോ. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ 1:2 1:2 1:2 1:2 4:2:1 2:1 കേട്ടോ. ഈ കോമ്പിനേഷനിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഡൈഹൈബ്രിഡ് ജീനോട്ടിപ്പിക്
റേഷ്യോ. അപ്പോൾ ഇത് നമുക്ക് ടെക്സ്റ്റിൽ നിങ്ങൾക്ക് എഴുതാമോ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ നമുക്കിത് പഠിക്കാനൊന്നുമില്ല. എന്നാലും നമ്മൾ വല്ല എൻട്രൻസിനോ എന്തിനെങ്കിലും ഒക്കെ ആവശ്യമായിട്ട് വരിക. എൻട്രൻസിനൊക്കെ ചിലപ്പം ചോദിക്കാം വല്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിരുന്നാൽ മതി ഇത്. പക്ഷേ നമുക്ക് ഏതാ അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രോസ് നമ്മൾ പഠിച്ചിരിക്കണം. ഈ ഫസ്റ്റ് പറഞ്ഞ ഈ ക്രോസും അതിൻ്റെ F2 ജനറേഷൻ്റെ ക്രോസും നമ്മൾ ബുക്കിലെഴുതും. ഇത് ഞാനൊരു പേപ്പറിൽ എഴുതി നിങ്ങൾക്ക് അയച്ചു തരാം. അത് നിങ്ങൾ ബുക്കിലോട്ട് പകർത്തി അതങ്ങ് പഠിച്ചാൽ മതി. ഇപ്പോൾ ഇത് പഠിക്കാൻ വേണ്ടി ആണ് ഞാൻ ഇതിപ്പോൾ കാണിച്ചേക്കുന്നത്, ഈ എഴുതിയേക്കുന്നതെല്ലാം അതേപോലെ അങ്ങ് പഠിച്ചാൽ മതി. ഇനി ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. ആ നിയമം നമ്മൾ പറഞ്ഞില്ലേ, ഡൈഹൈബ്രിഡ് ക്രോസ് വെച്ച് നമുക്കൊരു നിയമം ഒരു ലോ പ്രൂവ് ചെയ്യാനുണ്ട്. അതാണ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് എന്താണെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. കണ്ടോ, അത് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത് നോക്കിയേ. അതായത് ഇതെങ്ങനെയാണ് ഈ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഒന്ന് വായിച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ റിസൾട്ട് ഓഫ് ഡൈഹൈബ്രിഡ് ക്രോസ്. ഈ ലോ സ്റ്റേറ്റ് ദാറ്റ് it states that when more than one pair of characters are involved in a cross, factor pairs independently segregate from each other pair of character. ഈ ക്രോസ് നമ്മളൊരു രണ്ടിൽ, അതായത് when more than one pair of character are involved in a cross എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നിൽ കൂടുതൽ, ഒരു ജോഡിയിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് ഒരു ക്രോസിൽ ഉൾപ്പെട്ടാൽ, ഒന്നിൽ കൂടുതൽ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞു, രണ്ട്, ഞാൻ ഒന്നുകൂടെ അത് കാണിക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ, ഇവിടെ ഈ F1ൽ നോക്കിയേ, ഇതൊരു ജോഡി ഇതൊരു ജോഡി അല്ലേ. അപ്പോൾ ഒന്നിൽ കൂടുതൽ, ഒരു ജോഡിയിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് ഒന്നിച്ച് വന്നാൽ, ഒരു ഹൈബ്രിഡിൽ വന്നാൽ അല്ലേ, ഹൈബ്രിഡിൽ വരുമ്പോൾ അവരെന്ത് ചെയ്യുന്നു എന്നാണ് പറയുന്നത്, ഈ ജോഡിയിലുള്ള ഒരു പേര് ഇതുമായിട്ട് കമ്പൈൻ ചെയ്യുന്നുണ്ട് അല്ലേ, മറ്റൊരു ജോഡിയുടെ ഫാക്ടറുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ക്യാപിറ്റൽ R ക്യാപിറ്റൽ Yയുമായിട്ട് ചേർന്നൊരു കോമ്പിനേഷൻ ഇവിടെ വരുന്നത് അല്ലേ. അതുപോലെ തന്നെ ഈ ക്യാപിറ്റൽ R ഈ Yയുമായിട്ട് ചേർന്നിട്ട് വേറൊരു കോമ്പിനേഷൻ വരും. അതുപോലെ ഈ സ്മോൾ r ക്യാപിറ്റൽ Yയുമായിട്ട് ചേർന്ന് ഈ കോമ്പിനേഷൻ വരും. അതുപോലെ സ്മോൾ r സ്മോൾ Yയുമായിട്ട് ചേർന്ന് കോമ്പിനേഷൻ വരും. അപ്പോൾ ഇവർ ഗമീറ്റ് ഉണ്ടാവുന്ന സമയത്ത് ഇവർ ഒറ്റയ്ക്കൊറ്റയ്ക്ക് അസോർട്ട് ചെയ്യും എന്നാണ് പറയുന്നത്. ഈ നിയമം തന്നെ അതാണ് പറയുന്നത്. ഇറ്റ് അസോർട്ട് ഈച്ച് അതർ. അതായത് ഒരാൾ തൊട്ടപ്പുറത്ത് ഇരിപ്പുണ്ടെങ്കിലും അവർക്ക് എന്തിനു പറ്റുമെന്നാണ് പറയുന്നത്, അവർ ഒന്നിച്ചായിരിക്കുന്നെങ്കിലും അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വേർതിരിഞ്ഞ് പോവാൻ പറ്റും. അതാണ് ഈ നിയമം പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ നിയമത്തിൽ പറഞ്ഞേക്കുന്നത്, ലോ സ്റ്റേറ്റ്സ് ദാറ്റ് വെൻ 2 pairs ഓഫ് ട്രൈറ്റ്സ് ആർ കമ്പൈൻഡ് ഇൻ എ ഹൈബ്രിഡ്. നമ്മുടെ ടെക്സ്റ്റിലുള്ള സെൻറ്റൻസ് അതങ്ങ് പഠിച്ചാൽ മതി നിങ്ങൾ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇച്ചിരി നമുക്കൊരു കൺഫ്യൂഷൻ പോലെ തോന്നും. പക്ഷെ ഞാനത് നിങ്ങൾക്ക് ഈ ക്രോസ് എഴുതിയിട്ട് ആ ലോയും കൂടി എഴുതി തരാം. ആ ലോ അങ്ങ് പഠിച്ചാൽ മതി. ഈ ലോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, the law states that when 2 pairs of traits means characters are combined in a hybrid, ഒരു ഹൈബ്രിഡിൻ്റെ അകത്ത് 2 ജോഡി ട്രൈറ്റുകൾ വന്നാൽ, ഇത് 2 ജോഡി ഉണ്ടോ, 2 ജോഡി എന്ന് പറയുമ്പോൾ 4 ഇല്ലേ, റൗണ്ട് ഉണ്ട്, റിങ്കിൾഡ് ഉണ്ട്, യെല്ലോ ഉണ്ട്, ഗ്രീൻ ഉണ്ട് അല്ലേ. ഒരു ഹൈബ്രിഡിൻ്റെ അകത്ത് 2 ജോഡി ക്യാരക്ടേഴ്സ് വന്നാൽ segregation of one pair of character is independent to the other pair of character. അങ്ങനെ പഠിക്കുക. സെഗ്രിഗേഷൻ ചെയ്യുക, ഇതിങ്ങനെ വേർതിരിയുക അല്ലേ, സെപ്പറേറ്റ് ചെയ്യുക. സെഗ്രിഗേഷൻ ഓഫ് വൺ പെയർ ഓഫ് ക്യാരക്ടർ, ഒരു ജോഡി ക്യാരക്ടറിൻ്റെ സെഗ്രിഗേഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ടു ദ അതർ പെയർ. അതാണ് ഈ ലോ. ആ ലോ അതുപോലെ തന്നെ നമ്മൾ പഠിക്കണം. ഞാൻ എഴുതി തരാതെ ആ ലോ അതേപോലെ. ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് when 2 pairs of traits are combined in a hybrid, segregation of one pair of character is independent of the other pair of character. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് താഴെ പറയുന്നുണ്ട്. അത് ഞാൻ ഒന്ന് പറയാം, നോക്കിയേ. ഇതാണ് നമ്മളിപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ക്യാപിറ്റൽ R
ഇതിപ്പോൾ അവർ ABCD എന്നുള്ള രീതിയിൽ കാണിച്ചേക്കണേ. ഉദാഹരണം പറഞ്ഞേക്കാണ്. ഇപ്പം 4 ജോഡി ക്യാരക്ടേഴ്സ് ഒരു ഹൈബ്രിഡിൽ വരികയാണ്. ഇപ്പം നമ്മൾ ക്യാപിറ്റൽ R, സ്മോൾ r, ക്യാപിറ്റൽ Y, സ്മോൾ y എന്ന് വിചാരിക്കുക. ഇവിടെ എക്സ്പ്ലനേഷൻ തന്നേക്കുന്നത് ക്യാപിറ്റൽ A, സ്മോൾ a, ക്യാപിറ്റൽ B, സ്മോൾ b എന്ന് പറയും. അപ്പോൾ ഇതൊരു ജോഡി, ഇതൊരു ജോഡി അല്ലേ. അപ്പോൾ അവരെങ്ങനെയാണ് വേർതിരിഞ്ഞ് വരുന്നതെന്ന് നോക്കിയേ. ഈ ക്യാപിറ്റൽ A ആരുമായിട്ടാണ് ചേരുന്നത് നോക്കിക്കേ. ക്യാപിറ്റൽ A ഈ ബിയുമായിട്ട് ചേർന്ന ഒരു ഗമീറ്റ് ഉണ്ടാകും അല്ലേ. അതുപോലെ തന്നെ ഈ സ്മോൾ a ഈ ബിയുമായിട്ടും ചേർന്ന് ഒരു ഗമീറ്റ് ഉണ്ടാകും അല്ലേ. അപ്പോൾ വീണ്ടും അത് കമ്പൈൻ ചെയ്തിട്ട് വീണ്ടും അത് ജോഡി ചേർന്ന് എങ്ങനെ ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത് നോക്കി. ഈ ക്യാപിറ്റൽ A എന്നുള്ള ഒരെണ്ണം വരുന്നു, ഇങ്ങനെ ഒരു കോമ്പിനേഷൻ, ഇതും ഇങ്ങനെ തന്നെ വരുന്നു. ഇനി വേറൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇത് ഈ ക്യാപിറ്റൽ A ഈ ബിയുമായിട്ട് കമ്പൈൻ ചെയ്ത ഒരു ഗമീറ്റ് ഇങ്ങനെ ഉണ്ടാകാം. ഈ സ്മോൾ a ക്യാപിറ്റൽ എയുമായിട്ട് ചേർന്ന് വേറൊരു കോമ്പിനേഷൻ. അപ്പോൾ ഇങ്ങനെ 4 തരത്തിൽ ഇവർ 2 ജോഡിയാണേലും ഇത് ഇതുമായിട്ടും ചേരാം, ഇത് ഇതുമായിട്ടും ചേരാം അല്ലേ. ക്യാപിറ്റൽ A ക്യാപിറ്റൽ ബിയുമായിട്ട് ചേരുമ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്നു, ക്യാപിറ്റൽ A ബിയുമായിട്ട് ചേരുമ്പോൾ ഇത് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ. അപ്പോൾ 2 പോസിബിലിറ്റീസ് ആണ് ഉള്ളത്. ഒരു പോസിബിലിറ്റി ഇവർ തമ്മിൽ ഇങ്ങനെ ഡയറക്റ്റ് കോമ്പിനേഷൻ വരാം, ഇത് ഇങ്ങനെ വരാം. ഇത് നമ്മൾ ഈ ABCD എന്ന് വെച്ചിട്ടാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ നമുക്ക് ഇവിടെ എക്സ്പ്ലനേഷൻ തരുന്നത് ഈ ക്യാപിറ്റൽ R സ്മോൾ ആറുമായിട്ട് എങ്ങനെയാണ് കമ്പൈൻ ചെയ്യുന്നത് അല്ലേ. ഇത് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ക്യാപിറ്റൽ R ഈ ക്യാപിറ്റൽ Yയുമായിട്ട് കമ്പൈൻ ചെയ്യുന്നുണ്ട്, ക്യാപിറ്റൽ R സ്മോൾ Yയുമായിട്ട് കമ്പൈൻ ചെയ്യുന്നുണ്ട് അല്ലേ. അതുപോലെ സ്മോൾ r ക്യാപിറ്റൽ Yയുമായിട്ടും ചേരുന്നുണ്ട്, സ്മോൾ r സ്മോൾ Yയുമായിട്ട് ചേരുന്ന ഒരു കോമ്പിനേഷൻ. അങ്ങനെ 4 തരത്തിലെ. അപ്പോൾ ഇവിടെ എന്തോ പറയുന്നതെന്ന് വെച്ചാൽ ഒരു 2 ജോഡി സ്വഭാവങ്ങൾ, 2 ജോഡി എന്ന് പറയുമ്പോൾ 4ആണ് അല്ലേ. 2 ജോഡി സ്വഭാവങ്ങൾ ഒന്നിച്ച് വരുമ്പോൾ അവർ എന്ത് ചെയ്യുന്നു, ഒരു ജോഡി സ്വഭാവം ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് ഇവിടെ. ഇവർ ഒരു ജോഡിയായിട്ട് ഇരുന്നാൽ പോലും ഇല്ലേ, ക്യാപിറ്റൽ R സ്മോൾ r ഒരു ജോഡി ആണെങ്കിൽ പോലും ദേ ഇൻഡിപെൻഡൻ്റ്ലി അസോർട്ട് ഈച്ച് അതർ. അതായത് ഇവരുടെ കാര്യം നോക്കും, ഇയാളുടെ കാര്യവും നോക്കും. അങ്ങനെ ആ നിയമത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ, അസോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്യുക അല്ലെ സെഗ്രിഗേറ്റ് ചെയ്യുക, അതാണ് ഈ നിയമം. അപ്പോൾ ആ നിയമവും ഈ ക്രോസും ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അത് മാത്രം പഠിച്ചാൽ മതി. പഠിക്കാൻ നേരം ഇത് കേട്ടിരിക്കുക, എന്നിട്ട് മറ്റേ ക്രോസ് എഴുതുക. പിന്നെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഈ ക്രോസ് മൊത്തം കൂടെ എഴുതാനൊന്നും ചിലപ്പോഴേ ചോദിക്കത്തുള്ളൂ. ഇതൊക്കെ ഒത്തിരി 3 മാർക്കിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പണ്ടൊക്കെ ചോദിക്കുമ്പോഴായിരുന്നു ഇത് കൂടുതലും ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നമുക്കിപ്പം പരീക്ഷയ്ക്ക് ബ്രേക്ക് ചെയ്ത് കൊച്ചു ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിൻ്റെ അകത്ത് ഈ ക്രോസ് തരും. അതായത് ക്യാപിറ്റൽ R ക്യാപിറ്റൽ Y സ്മോൾ y എന്നും, സ്മോൾ r ക്യാപിറ്റൽ Y സ്മോൾ y എന്ന് പറഞ്ഞിട്ട് റൗണ്ട് യെല്ലോ പ്രിങ്കിൾഡ് ഗ്രീൻ തരും. എന്നിട്ട് നിങ്ങളോട് ഗമീറ്റും കാണിക്കും. എന്നിട്ട് ഇങ്ങോട്ട് ആരോ കാണിച്ചിട്ട് F1 നിങ്ങൾ എഴുതാൻ പറയും. F1 ഏതാണ്, ഇത് എഴുതണം. ഏതെഴുതും, ക്യാപിറ്റൽ R ക്യാപിറ്റൽ Y സ്മോൾ y. ബ്രാക്കറ്റിൽ നമ്മൾ ഹെട്രോസൈഗസ് റൗണ്ട് എന്ന് പറയും. ഇനി വേറൊരു രീതി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഇതിൻ്റെ ബാക്കിയായിട്ട് ഇതിൻ്റെ ഗമീറ്റ് ഉണ്ടാവുന്നത് എങ്ങനെ, ഇതെഴുതാൻ ചിലപ്പം ചോദിക്കും. ഇതിൻ്റെ ബാക്കിയായിട്ട് ഫില്ല് ചെയ്യുക ഗമീറ്റ്. അപ്പോൾ ഗമീറ്റ് എഴുതാൻ നിങ്ങൾക്ക് അറിയാലോ. ഞാൻ ആ ക്രോസ് വരച്ച് തരുമ്പോൾ അതിൻ്റെ അകത്ത് വിശദമായിട്ട് ഇതെങ്ങനെയാണ് കോമ്പിനേഷൻ ഉണ്ടാവുന്നത്. ക്യാപിറ്റൽ Rഉം ക്യാപിറ്റൽ Y, ക്യാപിറ്റൽ Rഉം സ്മോൾ y, സ്മോൾ rഉം ക്യാപിറ്റൽ Yയും, സ്മോൾ rഉം സ്മോൾ y, ഇങ്ങനെ ആരോ കാണിച്ച് നിങ്ങൾക്ക് വിശദീകരിച്ച് തരാം. അപ്പോൾ ഇതാണ് ഈ ഒരു ഭാഗവും ചോദിക്കും. ഇത്രയും ഭാഗമാണ് പലപ്പോഴും പരീക്ഷയ്ക്ക് കണ്ടിട്ടുള്ളത്. പക്ഷേ എന്നാലും നമുക്ക് പറയാൻ പറ്റത്തില്ല, ഇതും ഫില്ല് ചെയ്യാൻ ചിലപ്പോൾ കുറച്ച് ഭാഗമൊക്കെ തന്നിട്ട് ബാക്കി നിങ്ങൾ ഫില്ല് ചെയ്യാനോ വല്ലതും ചോദിക്കാം. പിന്നെ അതുപോലെ തന്നെ ആ റേഷ്യോ എഴുതാനും ചോദിക്കാം. ഈ റേഷ്യോ വളരെ ഇമ്പോർട്ടൻ്റ്. ഇതെന്ത് റേഷ്യോ ആണ്, ഡൈഹൈബ്രിഡ് ഫീനോട്ടിപ്പിക് റേഷ്യോ. അപ്പോൾ ചിലപ്പോൾ ഈ ക്രോസ് മൊത്തം തന്നിട്ട് നിങ്ങളോട് പറയും ഈ ഫീനോട്ടിപ്പിക് റേഷ്യോ മാത്രം എഴുതാനും പറയും. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞു ക്വസ്റ്റ്യൻസ് മാത്രമേ ഇതിൻ്റെ അകത്ത് ചോദിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ഭാഗം ബ്ലാങ്ക് ഇട്ടിട്ട് നിങ്ങളോട് ഫില്ല് ചെയ്യാനും ചോദിക്കാം. അപ്പോൾ ഇത് എഴുതാൻ നിങ്ങൾക്കറിയാലോ, ഈ കോളം എങ്ങനെയാണ് ഇവിടെ നിന്ന് ഈ കോമ്പിനേഷനിൽ ഇതും കൂടി ചേർന്ന് ഇങ്ങനെ, ഇതും കൂടി ചേർന്ന് ഇങ്ങനെ, അങ്ങനെ എഴുതാൻ അറിയാമല്ലോ. ഇങ്ങനെ എഴുതി അത് മാത്രം പഠിക്കുക. ഇതാണ് ഡൈഹൈബ്രിഡ് ക്രോസ്. അപ്പോൾ ഇത് നോക്കുക,
നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടുത്ത് നമുക്ക് പറയാം.